ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐനൂസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കുഞ്ഞു വ്ളോഗാണ്. അതായത് നമ്മുടെ ഐനൂസിന്റെ ബർത്ത്ഡേയുടെ ഒരു വ്ളോഗാണ് കേട്ടോ. നമ്മുടെ അപ്പൂസിന്റെ ബർത്ത്ഡേയുടെ പോലെ തന്നെ ഒരു കുഞ്ഞു വ്ളോഗ്, അതാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോയി നോക്കാം. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്പൈഡർമാൻ തീമിലുള്ള ഒരു കേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതാണല്ലോ നമ്മുടെ മെയിൻ, നമ്മുടെ ഐനൂസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തീമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ ചെയ്ത് വെച്ചിട്ട് ഫിനിഷിംഗ് വർക്ക് മാത്രമല്ലോട്ട് നമ്മൾ ഇന്ന് ചെയ്തത്. ഇനി നമ്മുടെ മെയിൻ ഐറ്റം ആണ്, അതായത് നമ്മുടെ ബിരിയാണി. ഇതില്ലാതെ എന്ത് ബർത്ത്ഡേ അല്ലെങ്കിൽ എന്ത് ഫംഗ്ഷൻ അല്ലേ. നമ്മുടെ ബീഫ് ദം ബിരിയാണി നമ്മളിവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചെമ്പ് പൊട്ടിക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, ഇനി ഒരു രക്ഷയില്ല. ഇനി നമുക്ക് ഫുഡ് കഴിച്ചേ മതിയാവും. ഇതിനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഒട്ടും സമയമില്ല. അങ്ങനെ നമ്മുടെ ജംഷൂസിന്റെ സ്പെഷ്യൽ ദം ബിരിയാണിയാണ് നമ്മൾ ഇനി കഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതും ബീഫ് ബിരിയാണി പൊട്ടിക്കുമ്പോൾ ഒരു മണം, എൻ്റെ പൊന്നോ. ഇനി നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് കിടക്കാം. അതായത് നമ്മളിപ്പോൾ അരിപ്പായസമാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. സാധാരണ നമ്മൾ വെർമിസലിയും അതുപോലെ തന്നെ അടപ്പായസം ഒക്കെ റെഡിയാക്കുന്നെങ്കിൽ ഇത്തവണ നമ്മളൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല അടിപൊളി അരിപ്പായസം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി കഴിച്ചു തുടങ്ങാം കേട്ടോ. അപ്പൊ ഇനി ബിരിയാണി ചെമ്പ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് നേരം ഒന്നും വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കഴിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഐനൂസിന്റെ വകയും അപ്പൂസിന്റെ വകയും അതിന്റെ ഒപ്പം തന്നെ ജെബിഷുന്റെ വകയും ഒരു യോ വന്നിട്ടുണ്ട്. അപ്പൊ ഐറ ബേബിക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആളെപ്പോഴും കൈ ഫുൾ എടുത്തിട്ടാണ് യോ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് അങ്ങോട്ട് ശരിയാവുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് ജംഷൂസിനെ കൊണ്ട് കറക്റ്റായിട്ട് യോ അടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആള് നല്ല രീതിയിലൊക്കെ യോ പഠിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ കാണിക്കുമ്പോൾ പഴയ കണക്കൊക്കെ തന്നെ ആണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ ഐറോസിന്റെ വകയും നല്ല സ്പെഷ്യൽ യോ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്കിനി നമ്മുടെ ബലൂണൊക്കെ ഒന്ന് വീർപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ബലൂൺ വീർപ്പിക്കാനിരുന്നപ്പോഴാണ് ഐനുവിന് സ്വന്തമായിട്ട് ഇതെല്ലാം വീർപ്പിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും ഒരെണ്ണമെങ്കിലും സ്വന്തമായിട്ട് വീർപ്പിക്കുമെന്നുള്ള വാശിയിൽ ചെയ്തു തുടങ്ങിയത്. പക്ഷെങ്കിൽ ചീറ്റിപ്പോയി എന്ന് തന്നെ പറയാം. കാരണം എത്ര വീർപ്പിച്ചിട്ടും അതങ്ങോട്ട് വീർക്കണില്ല, അതാണ് അവസ്ഥ കേട്ടോ. അത് ഇടിച്ച് വീർപ്പിക്കാൻ നോക്കിയപ്പോഴത്തേനും തെറിച്ചു പോയി. അങ്ങനെ ആകെ സീനായി, ആകെ നാണക്കെട്ട്. പിന്നെ നമ്മളെല്ലാവരും അത് മാറ്റി വെച്ചിട്ട് ജംഷൂസ് തന്നെ മൊത്തം വീർപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ ബലൂൺ വീർപ്പിക്കലൊക്കെ അതിഗംഭീരമായി നടന്നു. ഒരുപാട് ബലൂൺസോ ഡെക്കറേഷൻസോ ഒന്നും ഇല്ല, വളരെ ചെറിയൊരു പരിപാടിയാണ്. അപ്പം നമ്മൾ കുറച്ച് ബലൂൺസ് കൊണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സ്ഥലം ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം, അതാണ് നമ്മുടെ പ്ലാന്. അപ്പൊ ബലൂൺസ് എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ വീർപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ബലൂൺസേ ഉള്ളൂ. നമ്മൾ ബ്ലൂവും അതുപോലെ തന്നെ റെഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ആ ഒരു തീമാണ്, സ്പൈഡർമാൻ തീമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഐനൂസും കുളിച്ച് റെഡിയായി എന്നുള്ള സുന്ദരക്കുട്ടപ്പനായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത്. അപ്പൊ നമ്മുടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. കുഞ്ഞൊരു ഡെക്കറേഷൻ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യണം. അപ്പൊ കേക്ക് കട്ട് ചെയ്യേണ്ട സമയമായപ്പോഴത്തേനും നമ്മുടെ കുട്ടീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ, ഈ കേക്ക് കട്ട് ചെയ്യുക, നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളുടെ കേക്ക് കട്ടിയിൽ ഭയങ്കര ഹാപ്പിയാണ് അവരെല്ലാവരും. അപ്പം നമ്മൾ കേക്കൊക്കെ കഴിച്ച് വളരെ സെറ്റായിട്ട് തന്നെ നമ്മുടെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഗംഭീരമായി അതും കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നമ്മുടെ കുഞ്ഞൊരു സന്തോഷത്തിൽ നിങ്ങളെയും നമുക്ക് അതിൻ്റെ ഒരു ഭാഗമാക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.